നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വവർഗ പങ്കാളിയുമായി ഒന്നിച്ച് ജീവിക്കാൻ 5 മാസം പ്രായമായ കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അമ്മ. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലാണ് അതിക്രൂര കൊലപാതകം, നാടിനെ ഒന്നടങ്കം നടുക്കിയ കൊലപാതകമുണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ അമ്മയെയും സ്വവർഗ പങ്കാളിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാഭാവിക മരണമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ സംഭവത്തിൽ നിർണായകമായത് കുഞ്ഞിന്റെ പിതാവിന് തോന്നിയ ചില സംശയങ്ങളാണ്. നവംബർ 2-ാം തീയതിയാണ് സുരേഷ് ഭാരതി ദമ്പതികളുടെ മകനായ 5 മാസം പ്രായമുള്ള ധ്രുവ് മരിക്കുന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു മരണം സംഭവിച്ചത്, അതായത് കൊലപാതകം ഉണ്ടായത്. ഭർത്താവ് ജോലിക്ക് പുറത്തു പോയി മടങ്ങിയെത്തിയപ്പോൾ കുഞ്ഞു മരിച്ചെന്ന് പറഞ്ഞ് ഭാരതി പൊട്ടിക്കരയുകയാണ്. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് ഭാരതി വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ ഉറക്കെ കരഞ്ഞു വിളിച്ച് പറഞ്ഞത്. ഇത് വിശ്വസിച്ച ബന്ധുക്കൾ ഇതൊരു സ്വാഭാവിക മരണമായിരിക്കും, മറ്റൊരു അസ്വാഭാവികതയും അവർക്ക് തോന്നിയില്ല. പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിൽ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. പിന്നാലെ ഭാരതിയുടെ സ്വഭാവത്തിൽ ഭർത്താവ് സുരേഷിന് വലിയ രീതിയിലുള്ളൊരു വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഭാരതി അറിയാതെ ഫോണുകൾ സുരേഷ് പരിശോധിച്ചു, ഭാരതിയുടെ ഫോൺ പരിശോധിച്ചു. ഇതിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ ഭർത്താവിന് കിട്ടുന്നത്. 22-കാരിയായ സുമിത്ര എന്ന യുവതിയുമായി തന്റെ ഭാര്യ പ്രണയത്തിലാണെന്ന് മനസ്സിലായി. ചാറ്റ് പരിശോധിച്ചതിൽ നിന്ന് ഇക്കാര്യം വ്യക്തമായി. പിഞ്ചു കുഞ്ഞ് അവരുടെ പ്രണയത്തിന് വിലങ്ങ് തടിയാണെന്നും എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ ചാറ്റിൽ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് സുരേഷിന് മരണത്തിൽ സംശയമുണ്ടാക്കിയത്. പിന്നാലെ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് ഭാരതി കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തുകയായിരുന്നു. കൊലപാതക ശേഷം കുഞ്ഞിന്റെ ചലനമറ്റ ഫോട്ടോകളും ഭാരതി സുമിത്രയ്ക്ക് അയച്ചു നൽകി. ചാറ്റുകൾ പരിശോധിച്ച പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഭാരതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. സ്വവർഗ പങ്കാളിയായ സുമിത്രയുടെ അറിവോടെയാണ് കൊലപാതകമെന്ന് ഭാരതി സമ്മതിച്ചു. ഇരുവരും സ്വകാര്യ ദൃശ്യങ്ങളടക്കം പരസ്പരം കൈമാറിയതായും പോലീസ് കണ്ടെത്തി. കൊലപ്പെടുത്തിയ കുഞ്ഞിന് പുറമെ 5-3 വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും സുരേഷ് ഭാരതി ദമ്പതികൾക്കുണ്ട്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് സ്വവർഗ പങ്കാളിക്കൊപ്പം ജീവിക്കാനായി 6 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലായത്. ഭാരതിയും സുമിത്രയും തമ്മിൽ 3 വർഷത്തെ അടുപ്പമുണ്ടെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി. 3ാമത്തെ കുട്ടിയെ പ്രസവിച്ചതോടെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. രണ്ടുപേർക്കും ഒന്നിച്ചിരിക്കാൻ സമയം തികയാതെ വന്നു. ഇരുവരുടെയും ബന്ധത്തിനിടയിൽ കുട്ടി വിലങ്ങ് തടിയായെന്നും ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചുമെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുട്ടി മരിച്ച ശേഷം ഭാരതി സന്തോഷവതിയായിരുന്നു, നിരന്തരം ഫോണിൽ സംസാരിച്ചു. ഇതാണ് ഭർത്താവിന് ചില സംശയങ്ങളിലേക്ക് നയിക്കപ്പെട്ടത്. ഒരു കുട്ടി മരിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാവുന്ന ചില സങ്കടമുണ്ട്, അമ്മയ്ക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഭാരതിയെ സംബന്ധിച്ച് അത്തരത്തിൽ യാതൊരു വികാര മാറ്റങ്ങളൊന്നും ഭാരതിക്ക് ഉണ്ടായിരുന്നില്ല. ഇതാണ് സംശയത്തിലേക്ക് നയിച്ചത്. തുടർന്ന് ഭാരതിയുടെ ഫോൺ പരിശോധിക്കുന്നു. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയൽക്കാരിയായ സുമിത്രയുമായുള്ള ഫോട്ടോകൾ, വീഡിയോകൾ ഫോണിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. മരിച്ച ശേഷം കുട്ടിയുടെ മൃതദേഹത്തിന്റെ ചിത്രമെടുത്ത് പങ്കാളിയായ 22-കാരിക്ക് ഭാരതി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ആ കൊടും ക്രൂരത വരെ ഭാരതി ചെയ്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല, സംശയാസ്പദമായ തരത്തിലുള്ള സന്ദേശങ്ങളും ഭാരതിയുടെ ഫോണിൽ ഉണ്ടായിരുന്നു. ഇതോടെ സുരേഷ് ഭാരതിയുമായി സംസാരിച്ചു. ഒടുവിൽ കുട്ടിയെ താനാണ് കൊലപ്പെടുത്തിയതെന്ന് അവർ യാതൊരു കൂസലുമില്ലാതെ സമ്മതിക്കുകയും ചെയ്തു. താനുമായുള്ള ബന്ധം തുടരണമെന്നും കുട്ടിയെ കൊലപ്പെടുത്താമെന്നും ആവശ്യപ്പെട്ട് സുമിത്ര നിരന്തരം ഭാരതിയെ നിർബന്ധിച്ചിരുന്നു. സുമിത്രയുടെ നിർബന്ധം സഹിക്കവയ്യാതെയാണ് ഭാരതി ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്. മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സുരേഷ് ഫോണിൽ കുട്ടിയുടെ മരണം സംബന്ധിച്ച് ഭാരതിയോട് സംസാരിക്കുകയും ഇത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ആദ്യം നിഷേധിച്ചു കുറ്റങ്ങളെല്ലാം, പിന്നീടാണ് ഇവർ കുറ്റസമ്മതം നടത്തിയത്. എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് കൈ മുഖത്ത് വെച്ച് മൂക്കുപൊത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഭാരതി യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.